ഹായ്, എൻ്റെ പേര് സജ്ന. ഞാനിപ്പം റീസെൻ്റ്ലി നമ്മളുടെ ലേൺ വൈസ് അക്കാഡമിയിൽ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെം എക്സാംസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, റിസൾട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ജൂൺ മന്തിലേക്കുള്ള സെക്കൻഡ് സെമ്മിൻ്റെ പ്രിപ്പറേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല നമ്മളുടെ ലേൺ വൈസിൻ്റെ തന്നെ മോഡൽ എക്സാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BA ഹിസ്റ്ററി ആയിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വർഷമായി BA ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ കുറച്ച് വർഷമായി. സോ ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട്, എൻറോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഭയങ്കര ടെൻഷൻ, ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ BA ഹിസ്റ്ററിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഈ ഒരു MBA എൻറോൾ ചെയ്ത് കഴിഞ്ഞാലും എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഞാൻ ഈ എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലേൺ വൈസ് അക്കാഡമിയിൽ തന്നെ, നമ്മുടെ അക്കാഡമിയിൽ തന്നെ അഡ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ തന്നെ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ മെൻറ്ററുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആളോട് പറഞ്ഞു. ഇങ്ങനെ BA ഹിസ്റ്ററിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ആളെനിക്ക് പോസിറ്റീവ് മൈൻഡ് തരികയും പിന്നെ നമ്മളുടെ MBAയുടെ തന്നെ സിലബസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും. എന്തായാലും എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു ആളെനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമുക്ക് എങ്ങനെയായിരിക്കും എക്സാംസ് കാര്യങ്ങൾ വരിക, എത്ര മാർക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ എക്സാംസിൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓവർവ്യൂ ആളെനിക്ക് എൻറോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നു. സോ അത് തന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവ് മൈൻഡായിരുന്നു. സോ ഞാൻ അതിന് ശേഷം എൻറോൾ ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 7 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. 7 സബ്ജക്റ്റും ഞാൻ റിസൾട്ട് കാര്യങ്ങൾ റീസെൻ്റ്ലി ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 7 സബ്ജക്റ്റ് ഓൾമോസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെമ്മിലുള്ള പ്രിപ്പറേഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഇപ്പോൾ റീസെൻ്റ്ലിയുള്ള മെൻറ്ററാണെന്നുണ്ടെങ്കിലും, കോഴ്സ് എൻറോൾ ചെയ്തതിന് ശേഷമുള്ള മെൻറ്ററാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ട് കാര്യങ്ങളാണ് ആൾ തരുന്നത്. ഏത് ടൈമിൽ കണക്ട് ചെയ്താലും ആൾ കണക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്ത് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരികയും, നമ്മളങ്ങോട്ട് കോൾ ചെയ്തില്ലെങ്കിൽ പോലും ആൾ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പഠിത്തമൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത്, ഏതുവരെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം ആൾ അന്വേഷിക്കാറുണ്ട്. നമ്മളൊരു റെഗുലർ കോളേജിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളിപ്പം ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് എൻ്റെ മെൻറ്ററുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തരാറുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു ലേൺ വൈസ് ആൻഡ് താങ്ക്സ് മൈ മെൻറ്റർ.